നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇല്ല, ഒരു മിനിറ്റ് നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? ആര്? കൊടുത്തല്ല, ഒപ്പിടാൻ വേണ്ടി വാങ്ങിച്ചിട്ട് നിർബന്ധമായിട്ട് തരാതെ വിളിച്ച് ഞാൻ വേറെ ചോദിച്ചപ്പോ തന്നില്ല. അതിനുശേഷം ആ കൗൺസിലർ ശബരിമല കൗൺസിലർ എടുത്ത് അത് ഫോർവേഡ് ചെയ്തു. പിന്നെ എന്റെ കയ്യിൽ കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ കിട്ടിയില്ലല്ലോ. നിങ്ങൾ ചിലർ അറിഞ്ഞില്ല എന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ നടിക്കുന്നത് മനസ്സിലാക്കാം. മാധ്യമ പ്രവർത്തകർ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 4 തരത്തിലുള്ള രേഖകളുണ്ട്. സ്മാർട്ട് ഉണ്ട്. ഇന്നിപ്പോ 1-2 മണിക്കൂർ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് വന്നവരെ കുറിച്ചുള്ള മുഴുവൻ രേഖകളും സ്മാർട്ടിലുണ്ടാകും. അതുപോലെ തന്നെ വിഷ്വൽസ് ഉണ്ട്, വീഡിയോ ഉണ്ട്, പിന്നെ ഫോട്ടോ ഉണ്ട്, ഡേറ്റഡ് ഫോട്ടോ ഉണ്ട്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ 3-4 മാസത്തിലെ കൗൺസിലിലെ നിങ്ങളുടെ വിഷ്വൽസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചോദന വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇന്നത്തെ കൗൺസിൽ യോഗം നിരവധി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ച ചെയ്യേണ്ട അജണ്ടകളൊക്കെ കൗൺസിൽ അംഗങ്ങൾ കൊടുത്തിരുന്നു. അതിനുശേഷം കൗൺസിൽ യോഗം ആരംഭിച്ചു. കൗൺസിൽ യോഗത്തിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ സന്തോഷകരമായ ഒരു വാർത്ത, അതിനെ ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി അഭിനന്ദിച്ചുകൊണ്ടാണ് ഈ കൗൺസിൽ യോഗം ആരംഭിച്ചത്. നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ PMAY പദ്ധതിയിൽ ഒരു എംബ്ലം വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ കൗൺസിലിൽ ചില LDF കൗൺസിലർമാർ പറഞ്ഞിരുന്നു. അന്ന് തന്നെ PMAY പദ്ധതിയിൽ പ്രധാനമന്ത്രിയുടെയോ മറ്റ് മന്ത്രിമാരുടെയോ ഒന്നും ചിത്രമല്ല, PMAY പ്രോജക്റ്റിന്റെ എംബ്ലമാണ് വയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതെന്ന് ഭരണസമിതി പറഞ്ഞിരുന്നു. അന്ന് വ്യത്യസ്തമായ നിലപാടുകളായിരുന്നു LDFന്റെയും അതോടൊപ്പം തന്നെ ചില UDF കൗൺസിലർമാർ സ്വീകരിച്ചത്. എന്നാൽ ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി ശ്രീ KM ഷാജി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ആ എംബ്ലം തന്നെ അദ്ദേഹം ഉയർത്തി കാട്ടിക്കൊണ്ട് ഇത് ചെയ്യുന്നതിൽ തെറ്റില്ല, ഇതിൽ പ്രധാനമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ ഒന്നും ചിത്രമില്ല എന്ന് പറഞ്ഞു. ആ വസ്തുത തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി സ്വീകരിച്ച നിലപാട് ശരിയാണ്, യഥാർത്ഥ വസ്തുത പൊതുസമൂഹത്തിന് മുൻപാകെ വെളിപ്പെടുത്തി അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഈ കൗൺസിൽ യോഗം ആരംഭിച്ചത്. അതിനുശേഷം നിരവധി അജണ്ടകൾ ഉണ്ടായിരുന്നു. ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ മക്കളുടെയൊക്കെ തന്നെ വിവാഹം, ആ വിവാഹം നടക്കുമ്പോഴേക്കും അവർക്ക് ലോണായിട്ട് കോർപ്പറേഷനിൽ നിന്നും പണം കൊടുക്കാം, അവർ തിരിച്ചടയ്ക്കും, പലിശ കുറവാണത്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, റോഡ് പണിയുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം, വ്യത്യാസം വരുത്തേണ്ട കാര്യങ്ങൾ വ്യത്യാസം വരുത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അവർ ആ സമയത്തൊക്കെ തന്നെ മുദ്രാവാക്യം വിളിച്ചതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. പലതവണ പറഞ്ഞു, ഒടുവിൽ 3 തവണ വീണ്ടും നമുക്ക് ഇക്കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു, ചർച്ചയുമായി മുന്നോട്ട് പോകണം, അതിനുശേഷം ഏത് വിഷയം വേണമെങ്കിലും ചർച്ച ചെയ്യാം എന്ന നിലപാടാണ് ഭരണസമിതി സ്വീകരിച്ചത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അത്തരത്തിലൊരു കൗൺസിൽ യോഗം മുഴുവനായി ബഹളമയമായിട്ട് കൗൺസിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് അജണ്ടകൾ പാസാക്കി കൗൺസിൽ യോഗം പിരിയേണ്ട ഒരു സാഹചര്യമുണ്ടായത്. അതിനുശേഷം സാധാരണ നമുക്കറിയാം, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് വരുന്ന കൗൺസിലർമാരൊക്കെ തന്നെ ചില മുദ്രാവാക്യങ്ങൾ വിളിക്കാറുണ്ട്, കൗൺസിൽ ഹാളിട്ട് പോകാറൊക്കെ ഉണ്ട്. പക്ഷേ ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ സംഘർഷ രീതിയിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് പോയിരുന്നു. അതായത് ഒരു അറ്റൻഡൻസ് ബുക്കിന്റെ പേരിൽ 2 വിഭാഗത്തെ കൗൺസിലർമാർ ഏറ്റുമുട്ടുകയായിരുന്നു. അതിൽ BJP കൗൺസിലർ ഷർട്ടടക്കം കീറി വനിതാ കൗൺസിലർമാരെ, UDFന്റെ വനിതാ കൗൺസിലർമാരെ BJP കൗൺസിലർ ആക്രമിച്ചു എന്ന് ആരോപണം വരുന്നുണ്ട്. ഞാൻ റൂമിൽ വന്നതിന് ശേഷമുള്ള മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ, ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ നമ്മുടെ പാർലമെന്റ് പാർട്ടി ലീഡർ
ത്തിലുണ്ട്. അദ്ദേഹത്തോടും അതോടൊപ്പം കൗൺസിൽ ഉണ്ടായിരുന്ന ആൾക്കാരോടും സംസാരിക്കുകയും ചെയ്തു. ഓരോ മാധ്യമങ്ങളിലും ഓരോ തരത്തിലാണ് വാർത്ത വരുന്നത്, വിഷ്വൽസ് വരുന്നത്. എന്തായാലും ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഇപ്പൊ നമുക്ക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മുടെ മുമ്പിൽ എത്തിക്കും. സാധാരണ കൗൺസിൽ യോഗം അവസാനിക്കുന്നതിന് മുമ്പ്, പെട്ടെന്നൊക്കെ അവസാനിക്കുന്നതിന് മുമ്പ് ഒപ്പിട്ട് തീർന്നില്ലെങ്കിൽ കുറച്ച് സമയം കൂടി അവരുടെ ഒപ്പിടാൻ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ മേയർ സെക്ഷനിൽ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും. അവിടെ വന്ന് അന്ന് യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒപ്പിടാം. ഞങ്ങൾ അതിലൊന്നും സ്ട്രിക്റ്റ് ആയിട്ട് ഒപ്പിടാൻ പാടില്ല, അങ്ങനെയുള്ള നിലപാടൊന്നും എടുക്കാൻ പാടില്ല, എടുത്തിട്ടുമില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരിക്കലും ഒരു കൗൺസിലിനകത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യം അവിടെ കണ്ടത്, അറ്റൻഡൻസ് രജിസ്റ്റർ ഒരു കൗൺസിൽ അംഗത്തിന് ഒപ്പിടാൻ കൊടുത്താൽ അദ്ദേഹം ഒപ്പിട്ടിട്ട് അത് കൊടുത്ത ഉദ്യോഗസ്ഥന്റെ കയ്യിൽ അല്ലെങ്കിൽ ജീവനക്കാരുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം. അല്ലെങ്കിൽ അടുത്ത കൗൺസിലർക്ക് ഒപ്പിട്ട് ഞാൻ പാസ് ചെയ്യണം. ഇപ്പോൾ അവിടെ ഒരു വലിയൊരു പ്രദർശനം നടന്നു. ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ഒരിക്കലും രഹസ്യ വസ്തുവല്ല. ഇന്നലെ ഇപ്പം എന്നെ കണ്ട എല്ലാ മാധ്യമപ്രവർത്തകരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. നിങ്ങളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി കിട്ടും. അതിനിടയിൽ ഞാൻ മനസ്സിലാക്കിയത്, ആ അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ ചില പേജുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ചിലർ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിക്കുന്നതുണ്ട്. അപ്പൊ ഇതിൽ ഓരോരുത്തരും ഒപ്പിടുന്ന ഓരോ ടൈപ്പ് പെന്നും കൊണ്ടാണ്. അതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് നാളെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കേണ്ട രേഖയാണ്. ഇതൊരു ആധികാരികമായ ഒരു രേഖയാണ്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഒപ്പിടാൻ ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒപ്പിടുക, ഒന്നുകിൽ ഉദ്യോഗസ്ഥരെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ഒപ്പിടാൻ ആളുടെ കൊടുക്കുക. അതാണല്ലോ ജനാധിപത്യത്തിൽ മര്യാദ. അല്ലാതെ ആ അറ്റൻഡൻസ് രജിസ്റ്ററിനെ കൊടുക്കില്ല, മറ്റാർക്കും ഒപ്പിടാൻ കൊടുക്കില്ല എന്ന് വച്ചിരിക്കുകയും അതിന് ഡാമേജ് വരുത്തുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് അത് ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ ഉണ്ടായി. ആ സമയം എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇത് കണ്ട് രജിസ്റ്റർ നശിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം ആ രജിസ്റ്റർ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് പരസ്പരം ഒരു കയ്യേറ്റം ചെയ്യുന്ന നിലപാടൊക്കെ സ്വീകരിച്ചത്. എന്തായാലും എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അതിനുമായിട്ട് നേരിട്ട് സംസാരിച്ചു. മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ചെയർമാന്റെ നെഞ്ച് വേദന ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഷർട്ട് കീറിയിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അറ്റൻഡൻസ് രജിസ്റ്റർ നശിപ്പിക്കുവാൻ വേണ്ടി ചില പേജുകൾ കീറിയെടുക്കുവാനും അതിൽ വെള്ളം ഒഴിക്കുവാനും നടത്തിയ ശ്രമത്തിനിടെ അറ്റൻഡൻസ് രജിസ്റ്റർ തിരിച്ചു ചോദിച്ചു. അത് വാങ്ങിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഷർട്ട് കീറിയത്, അദ്ദേഹത്തിന് മർദ്ദനമേറ്റതെന്നാണ് പറഞ്ഞത്. ഒരിക്കലും അറ്റൻഡൻസ് രജിസ്റ്റർ നശിപ്പിക്കുവാനുള്ള ശ്രമം ആര് നടത്തിയാലും അതിനൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അത് പറഞ്ഞിട്ടുണ്ട്. അത് വിഷ്വൽസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് മുഴുവൻ മനസ്സിലാക്കിയതിന് ശേഷം പറയാം. അതെ, ഞാൻ പറയാം. അതായത് ജനപ്രതിനിധികൾ തമ്മിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല. കൗൺസിലിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൗർഭാഗ്യകരമാണ്. ഞാൻ ആ മേയർ എന്നുള്ള എനിക്ക് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കുക. അല്ല, അതിൽ ഞാൻ ഡൽഹിയിൽ വെച്ച് അന്ന് പറഞ്ഞ നിലപാട് തന്നെയാണ്. അക്കാര്യത്തിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തതിന്റെ പിറ്റേ ദിവസം രാവിലെ ഡൽഹിയിൽ വെച്ച് എന്ത് നിലപാടാണോ പറഞ്ഞത്, ആ നിലപാടിൽ തന്നെയാണ് മേയർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും നിൽക്കുന്നത്. മറ്റൊന്ന്, ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ, കരമന ജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പാർട്ടിയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. നിലപാട് ഓരോ ദിവസം മാറേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അഞ്ച് ചർച്ച ചെയ്ത് തീർന്നില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് വയ്ക്കും. ഒരാഴ്ച മുമ്പ് അജണ്ട കൊടുത്തിട്ടുണ്ടല്ലോ. അജണ്ട വളരെ നേരത്തെ കൊടുത്തല്ലോ. അപ്പൊ അജണ്ട ഏത് അജണ്ടയാണ് ചർച്ച ചെയ്യേണ്ടത്? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അജണ്ട ഞാൻ തന്നെ നമ്പർ പറഞ്ഞില്ലേ മാറ്റി വെച്ചത്. ഇനി ഏതെങ്കിലും അജണ്ട, ഞങ്ങൾ എല്ലാ കൗൺസിലും ഏതെങ്കിലും അജണ്ട ചർച്ച ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത ദിവസത്തേക്ക് വയ്ക്കും. അജണ്ട ചർച്ച ചെയ്യാൻ വേണ്ടി അജണ്ടയുടെ എണ്ണം കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച് ബഹളമയമാക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയല്ലല്ലോ. അതിലിപ്പോ UDF ആരോപിക്കുന്നത് സുഗതനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അഡ്മിനിസ്ട്രേഷനിൽ BJP തിരിമറി കാണിക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ നേരത്തെ മേയർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് സുഗതനെ സംരക്ഷിക്കാൻ ഈ കൗൺസിൽ യോഗം തന്നെ അലങ്കോലപ്പെടുത്തിയതാണ്. അല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അത് രഹസ്യമല്ലല്ലോ. 101 കൗൺസിലർമാർക്കും കൗൺസിലർ എന്നുള്ളതിലേക്ക് സംരക്ഷണം കൊടുത്തുവാൻ വേണ്ടിയുള്ള സാഹചര്യം സ്വീകരിക്കും, നടപടികൾ സ്വീകരിക്കും. അത് രഹസ്യമല്ല, പരസ്യമായിട്ട് പറയുക തന്നെയാണ്. ഇനി ഈ വാഴോട്ടുകോണം കൗൺസിലർ സുഗതന്റെ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ ഒരു മേയർക്ക് സാധിക്കില്ല. ഒരു മേയർക്ക് ആക്ട് ചെയ്യാൻ സാധിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചോ മുനിസിപ്പൽ ആക്ട് അനുസരിച്ചോ ആണ്. അതിൽ ഒരു കേസിൽ പ്രതിയായ വ്യക്തിക്കെതിരെ മേയർക്ക് നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. എന്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ ആക്ട് ചെയ്യില്ല എന്ന് പറയുന്നതിൽ എന്താണ് അതിന്റെ പ്രസക്തി? പിന്നെ ഈ അറ്റൻഡൻസ് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ആവർത്തിച്ച് നിങ്ങൾ ചിലർ അറിഞ്ഞില്ല എന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ നടിക്കുന്നത് മനസ്സിലാക്കാം. മാധ്യമപ്രവർത്തകർ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്
4 തരത്തിലുള്ള രേഖകളുണ്ട്. സ്മാർട്ട് ഉണ്ട്. ഇന്നിപ്പോൾ 1-2 മണിക്കൂർ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് വന്നവരെ കുറിച്ചുള്ള മുഴുവൻ രേഖകളും സ്മാർട്ടിലുണ്ടാകും. അതുപോലെ തന്നെ വിഷ്വൽസ് ഉണ്ട്, വീഡിയോ ഉണ്ട്, പിന്നെ ഫോട്ടോ ഉണ്ട്, ഡേറ്റഡ് ഫോട്ടോ ഉണ്ട്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ 3-4 മാസത്തിലെ കൗൺസിലിലെ നിങ്ങളുടെ വിഷ്വൽസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചോദനം വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ. ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ, അല്ലെങ്കിൽ മാർച്ച് ഈ മാസങ്ങളിലൊക്കെ സുഗതൻ ഹാജരായിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ വിഷ്വൽസ് കാണുമല്ലോ. അതെങ്ങനെയാ ഒരു സ്റ്റാക്ക് നശിപ്പിക്കുക? ഇങ്ങനെയുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ നടത്തരുത്. ഇന്ന് പങ്കെടുത്ത കൗൺസിലർമാർക്ക് അവിടെ വെച്ച് അപ്പോൾ തന്നെ ജീവനക്കാരൻ കൊടുത്ത ഫോഴ്സിൽ, ആ ജീവനക്കാരനൂടെ ഉണ്ട്, ഞാനത് കഴിഞ്ഞ് സംസാരിക്കാം എന്താ സംഭവിച്ചതെന്ന്. ആ ജീവനക്കാരനൂടെ ഉണ്ട്. അതിപ്പോൾ ഒരു പാവപ്പെട്ട ജീവനക്കാരൻ, ആ ജീവനക്കാരൻ കൊടുത്ത സാഹചര്യം വെച്ച് അത് ഒപ്പിട്ട് അടുത്ത ആളിന് ഹാൻഡ് ഓവർ ചെയ്തെങ്കിൽ എല്ലാവർക്കും ഒപ്പിടാൻ സാധിക്കുമായിരുന്നു. അതിന് പകരം ഈ രജിസ്റ്റർ ഇവിടെ എന്തൊക്കെയോ പ്രതിസന്ധികളുണ്ട് എന്ന്, അത് എനിക്ക് തോന്നുന്നു സ്വന്തം പ്രസക്തിയും സാന്നിധ്യവും അറിയിക്കുവാൻ വേണ്ടി ആയിരിക്കാം. ഇങ്ങനെയുള്ള ഷോ ഓഫിന്റെ ഒക്കെ കാര്യമുണ്ടോ? ഏത് മാധ്യമ പ്രവർത്തകർക്കും ഇതൊരു പബ്ലിക് ഡൊമൈനിലുള്ള സാധനമല്ലേ. ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ ഫോട്ടോ കോപ്പി കിട്ടില്ല, സർട്ടിഫൈഡ് കോപ്പി. അതിന് പകരം മറ്റുള്ളവർ ഒപ്പിട്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അതിനെ എടുത്ത് എന്തോ കണ്ടുപിടിച്ചതുപോലെ ഒരു പബ്ലിക് ഡോക്യുമെന്റ് അതിനെല്ലോ കണ്ടുപിടിച്ചതുപോലെ എടുത്ത് പ്രദർശിപ്പിച്ച് കാണിക്കുക, മറ്റുള്ള ആർക്കും ഒപ്പിടാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുക. അതിനിടയിൽ ഗ്ലാസ്സിൽ കുടിക്കാൻ കൊടുത്ത വെള്ളം എടുത്ത് ഒഴിക്കുക, ചൂടുവെള്ളം, വെള്ളം എടുത്ത് ഒഴിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും മഷി പടർന്നു പോയില്ലേ? അതിൽ 1-2 പേജുകൾ കീറിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഈ പാരമ്പര്യമൊക്കെ പറയുന്നവർ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ? നിയമ പോരാട്ടം നടത്തേണ്ടത് അറ്റൻഡൻസ് ബുക്കിന്റെ ഒരു പേജ് വലിച്ചു കീറിക്കൊണ്ടല്ലോ. ബഹുമാനപ്പെട്ട കോടതികളുണ്ടല്ലോ, ആ കോടതികളിലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലോ സംസ്ഥാന സർക്കാരിലോ സമീപിക്കാമല്ലോ. നമ്മളൊക്കെ നിയമം അനുസരിക്കുന്ന സിറ്റിസണല്ലേ, പൗരന്മാരല്ലേ. അപ്പൊ ഒരു ദൗർഭാഗ്യകരമാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അല്ല, അങ്ങനെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ 1-ൽ കൂടുതൽ വനിതാ കൗൺസിലർ, അർച്ചന മണികണ്ഠൻ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്, പെയിനെന്ന് കരുതി പറഞ്ഞു പോയിട്ടുണ്ട്. 1-ൽ കൂടുതൽ പേർ പോയിട്ടുണ്ട്. ഒരു കാരണവശാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൗൺസിലർമാരൊക്കെ തന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് അവരുടെ ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കുവാനാണ്. ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. സ്വാഭാവികമായിട്ടും പ്രതിഷേധ പ്രകടനം നടത്തും, ആഹ്ലാദ പ്രകടനം നടത്തും, മുദ്രാവാക്യം വിളിക്കും. ഇതൊക്കെ തന്നെ ജനാധിപത്യത്തിൽ മര്യാദയ്ക്ക് നിരക്കുന്ന തരത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യാറുണ്ട്, ചെയ്യണം. പക്ഷേ പരസ്പരം ഹാജർ ബുക്ക്, ഏറ്റവും ആധികാരിക രേഖയായിട്ടുള്ള ഹാജർ ബുക്ക് ഒപ്പിടാൻ കൊടുത്താൽ ഞാൻ ഒപ്പിട്ടിട്ട് തിരികെ നൽകുക എന്നുള്ളതിലപ്പുറം അതിനെ വച്ചിട്ട് ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് കളവായ വിവരങ്ങൾ എന്തിനാ പറയുന്നത്? അത്ര എടുത്ത് അതെല്ലാവർക്കും കാണുന്നതല്ലേ. ഞാൻ എന്തോ കണ്ടുപിടിച്ചു, അതിലെന്താ ഉള്ളത്? അതിലെല്ലാവരും ഒപ്പുരേഖകളുണ്ട്. ഇത് സ്മാർട്ടിലുള്ളതല്ലേ. അപ്പൊ അവിടെ നിന്നാണ് ഈ പ്രതിസന്ധികൾ ആരംഭിച്ചത്. അങ്ങനെ ഒരു യോഗത്തിനെ, ഒരു നഗരസഭയുടെ ഫ്ലോറിനെ അങ്ങനെ ദുരുപയോഗം ചെയ്യാമോ? അവിടെ നിന്നല്ലേ ഈ പ്രതിസന്ധി ഉണ്ടായ? അവിടെ നിന്നല്ലേ എല്ലാ പേർക്കും ഈ അജണ്ട മുഴുവനും ചർച്ച ചെയ്യാൻ എത്ര മണിക്കൂറോളം സമയം കൊടുക്കാന്ന് പറഞ്ഞല്ലോ. UDF മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിനന്ദിച്ചുകൊണ്ടല്ലേ ഈ കൗൺസിൽ തുടങ്ങിയത്, ഈ കൗൺസിൽ യോഗം. ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന പാർട്ടിയും ആ മന്ത്രിയുടെ പാർട്ടിയും തമ്മിൽ ആശയപരം ഒരിക്കലും യോജിക്കാത്ത പാർട്ടികളല്ലേ. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിന് അഭിനന്ദിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ പറഞ്ഞത് തുടങ്ങിയത് ഈ കൗൺസിൽ യോഗം. അത് രേഖകളിലുണ്ടാവില്ലേ? അങ്ങനെ തുടങ്ങി എല്ലാവർക്കും അവസരം ഉണ്ടായിരുന്ന കാര്യം അങ്ങനെയാണ് സംഭവിച്ചത്. തയ്യാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അതിൻ്റെ അപേക്ഷ തരുമ്പോൾ 34 കൗൺസിലർമാരുടെ ഒപ്പ് വേണം. ഇവർ ഇന്നുവരെ 34 കൗൺസിലർമാരുടെ ഒപ്പിട്ടൊരു പേപ്പർ എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ മുൻകൈ എടുത്ത് ഒരു തവണയെങ്കിലും 34 കൗൺസിലർമാരുടെ ഒപ്പിട്ടൊരു പേപ്പർ വാങ്ങിച്ചു തരൂ. ഇന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വിളിച്ചെന്നാൽ ഞങ്ങൾ അടുത്ത ദിവസം ഡേറ്റ് കൊടുക്കാം. കൗൺസിൽ യോഗം വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരു 20 പേർ ഒപ്പിട്ട ഒരു കത്ത് വെച്ച് കൗൺസിൽ യോഗം വിളിച്ചു കഴിഞ്ഞാൽ മേയർ നടത്തുന്നത് ചട്ടവിരുദ്ധ പ്രവർത്തനമല്ലേ. ഒന്നുകിൽ എനിക്ക് മുനിസിപ്പൽ ആക്ട് അറിയില്ലെന്ന് പറയും. 20 പേർ ഒപ്പിട്ട ഒരു പെറ്റീഷൻ തന്നാൽ വിളിക്കാൻ പറ്റില്ലെന്ന് ഇവർക്ക് മനസ്സിലാക്കണ്ടേ? എന്നിട്ടെന്താ നിങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക, ഞങ്ങൾ കൊടുത്തിട്ട് വിളിച്ചില്ല എന്ന്. ഞാൻ ഇനി പറയാം, ആദ്യം കൊണ്ടുവന്ന കത്തിൽ ഒറ്റ ഒപ്പേ ഉള്ളൂ. മുനിസിപ്പൽ ആക്ട് വല്ലപ്പോഴെങ്കിലും വായിക്കണ്ടേ? വായിക്കണ്ടേ? ആ ലെറ്റർ ഇവിടെ റിപ്പോർട്ട് അത് പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെന്താ തെറ്റിദ്ധാരണ നിങ്ങളുടെ ഇടയിൽ പരത്തിയത്? സുഗതൻ 2 കൗൺസിലിൽ ഒപ്പിട്ടില്ല. ഇലക്ട്രോണിക് എവിഡൻസ് ഉണ്ടല്ലോ, സ്മാർട്ടിലുണ്ടല്ലോ. രജിസ്റ്റർ ബുക്ക് മേയർ സെക്ഷനിൽ ഇരിക്കുന്നതാണ്, സംഭവിച്ചു. സ്മാർട്ടിലുണ്ടല്ലോ, അത് പരിശോധിക്കട്ടെ.
സുഗതൻ 2 കൗൺസിൽ ഒപ്പിട്ടില്ലെന്നല്ലേ മാധ്യമങ്ങളോടൊക്കെ തന്നെ LDF-ന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കളവായ കാര്യമല്ലേ? അങ്ങനെ മാധ്യമ സമൂഹത്തെ ധരിപ്പിക്കാമോ? അതുകൊണ്ടല്ലേ ഇന്നത്തെ കൗൺസിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത്. 3ാമത്തെ കൗൺസിൽ അദ്ദേഹം വന്നില്ല, ഇന്ന് അയോഗ്യനാവുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് ഭരണസമിതി ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ലോ. എന്തേ 19 ചെയ്യില്ല, ജയിലിൽ കിടക്കുന്ന ആളിനെ ഞാനും അങ്ങ് വിചാരം സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റൂ? അത് ചോദ്യത്തിനൊരു കോമൺ സെൻസ് ഉണ്ട്. ഇപ്പൊ ജയിലിൽ ഒരു നിയമം അനുസരിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അതിനകത്തൂടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ? അതിന് കോടതിയെ സമീപിക്കും. ഇതിലൊക്കെ എന്തേ ഇനി പ്രസക്തിയില്ല. ഇന്ന് 2:30 വരെ ഉണ്ടായിരുന്നു പ്രസക്തി. ഇന്നത്തെ ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാനോ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ നേരത്തെ നിരക്ക് ആലോചിക്കുന്നു? നോക്കട്ടെ, ബാക്കിയെല്ലാം പരിശോധിച്ചതിന് ശേഷം പറയാം. ബാക്കിയെല്ലാം എന്തേ അതെ, പലതരത്തിലുള്ള വിഷ്വൽസ് വന്നിട്ടുണ്ട്. എല്ലാം പരിശോധിക്കട്ടെ. ഓരോ മാധ്യമങ്ങളും ഓരോ വിഷ്വൽസ് ആണ് വന്നിട്ടുള്ളത്. അതെല്ലാം പരിശോധിക്കും. എനിക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ കൗൺസിൽ യോഗം കഴിഞ്ഞിട്ട് മിനിറ്റുകളിലേ ആയുള്ളൂ. ഞാൻ പരിശോധിക്കട്ടെ, പറയാം. അങ്ങനെയല്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊക്കെ നിങ്ങൾ പറയുന്നതാണ്. ഷർട്ട് ചെമ്പഴം ചോദിച്ചാൽ നേരിട്ട് വന്നു. അദ്ദേഹത്തിന്റെ ഷർട്ട് വലിച്ചു കയറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര നന്നായിട്ട് നെഞ്ച് വേദനയുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. പരിശോധിക്കട്ടെ, എല്ലാ കാര്യങ്ങളും പരിശോധിക്കട്ടെ. അല്ല, അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് അനുവദിക്കാനും പാടില്ല. ഈ നിങ്ങൾ രജിസ്റ്റർ ബുക്ക് വാങ്ങിയിട്ട് ഒപ്പിട്ടിട്ട് തിരിച്ചു കൊടുക്കാതെ അവിടെ അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി നടന്ന പ്രവർത്തനത്തെ കുറിച്ച് അത് മാധ്യമ പ്രവർത്തകർ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രേഖകൾ നശിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഭരണസമിതി മാറിയാലും ഈ രേഖകളൊക്കെ ഇവിടെ വേണ്ടി. അതാണ് വേറൊരു വനിതാ കൗൺസിലർ മുഖം അവര് വളരെ വലിയ പെയിനാണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ചൂടുവെള്ളം വിഷ്വലുണ്ട്, അതിന്റെ ചൂടുവെള്ളം എടുത്ത് മുഖത്ത് ഒഴിക്കുന്നത്. വിഷ്വലിനിപ്പോൾ ചൂടാണെന്ന് അറിയാൻ പറ്റില്ല. അവിടെ വച്ചത് ചൂടുവെള്ളമാണ്. നിങ്ങളിപ്പോൾ അതങ്ങ് പറഞ്ഞത് വീണ ആളാണ് പറഞ്ഞത് തിളച്ചുവെള്ളം വരുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് കാണാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ മൈക്ക് പഠിക്കില്ലേ, ഈ രജിസ്റ്റർ കൊടുത്ത ജീവനക്കാരനുണ്ട്, ഇവിടുത്തെ ജീവനക്കാരൻ, അദ്ദേഹമാണ് കൊടുത്തത്. എന്താ സംഭവിച്ചോ പറഞ്ഞാൽ മതി. ഇങ്ങോട്ടൊന്നോ നിങ്ങൾ എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് സംഭവിച്ചു, നിങ്ങൾ പറഞ്ഞു. ഒപ്പിടാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ഷിബ പാർട്ടി എന്ന കൗൺസിൽ എൻ്റെ പിടിച്ച് നിർബന്ധമായിട്ട് പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം ശബരിനാഥ് കൗൺസിലർക്ക് കൊടുത്തു. അദ്ദേഹമാണ് ഇത് എല്ലാവരെയും കാണിച്ചത്. നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഒരു മിനിറ്റ് നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? മിണ്ടരുതെന്ന് പറഞ്ഞു. ആര്? ശബരിനാഥ് കൗൺസിലർ പറഞ്ഞ് മിണ്ടായിരിക്കുക അവിടെ എന്ന് പറഞ്ഞു. ഷിബ പാർട്ടി കൗൺസിൽ കൊടുത്തതല്ല, ഒപ്പിടാൻ വേണ്ടി വാങ്ങിച്ചിട്ട് നിർബന്ധമായിട്ട് തരാതെ വിളിച്ച് ഞാൻ വേറെ ചോദിച്ചപ്പോ തന്നില്ല. അതിനുശേഷം ആ കൗൺസിലർ ശബരിനാഥ് കൗൺസിലർ എടുത്ത് അത് ഫോർവേഡ് ചെയ്തു. പിന്നെ എന്റെ കയ്യിൽ കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ കിട്ടിയില്ലല്ലോ. ഞാൻ വാങ്ങിയ പല പ്രാവശ്യം അപ്പോഴാണ് പറഞ്ഞത് മിണ്ടായിരിക്കുന്നു പറഞ്ഞത്. അല്ല, ആരാ പറഞ്ഞ മിണ്ടായിരിക്കാനായിട്ട്? ശബരിനാഥ് കൗൺസിലർ. അതായത് യൂസുഫ് വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ്. ഞാൻ മേയർ ആവുന്നതിന് മുമ്പ് തന്നെ യൂസുഫ് എന്റെ സെക്ഷനിലുള്ള ആളാണ്. ഞാൻ മേയർ സെക്ഷനിൽ നിന്നും ആരെയും മാറ്റിയിട്ടില്ല. അങ്ങനെ 1-2 പേരെ കൂടെ സഹായിക്കാൻ വേണ്ടി വച്ചതേ ഉള്ളൂ. യൂസുഫിനെ കൂടെ നിർത്തിയിരിക്കുന്നത് അജണ്ട കൊണ്ട് കൊടുക്കുക, ഈ അറ്റൻഡൻസ് രജിസ്റ്റർ രേഖ, ഇതൊക്കെ ഇവർ വർഷങ്ങളായി ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് ഓരോ കൗൺസിലർമാരെ വീടറിയാം, അജണ്ടകൾ വീട്ടിലേക്ക് എത്തിക്കുന്ന. അങ്ങനെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജീവനക്കാർ തന്നെയാണ് ഇവരൊക്കെ. ഞങ്ങൾ കഴിഞ്ഞ ടൈമിൽ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ യൂസുഫ് ഉൾപ്പെടെയുള്ള രജിസ്റ്റർ ഞങ്ങളെ തരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ അജണ്ട കൊണ്ടുവരുന്നത് ഞങ്ങൾ ഒപ്പിട്ടിട്ട് ഒന്നുകിൽ അടുത്ത ആളിന് കൊടുക്കും, അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊടുക്കും. ഇത് ബലപ്രയോഗത്തിലൂടെ വാങ്ങുക, തിരിച്ചു കൊടുക്കാതിരിക്കുക. അപ്പൊ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് അന്വേഷണം വരുമ്പോഴേക്കും ആ ജീവനക്കാരനല്ലേ ബാധിക്കുന്നത്. ഇന്നത്തെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നോണ്ട് പ്രശ്നമല്ല. ഓക്കെ, ശരി. അപ്പം